നമസ്കാരം, ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത്, എറണാകുളം റിനെ മെഡിസിറ്റിയിലെ ഗ്യാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും ഈ M&M Gastro Care എന്ന ഞങ്ങളുടെ കേരളയിലെ ഫസ്റ്റ് ഗ്യാസ്ട്രോ ചാനലിലേക്ക് സ്വാഗതം. ഇതിൽ ഞങ്ങൾ ബേസിക്കലി എല്ലാ ഗ്യാസ്ട്രോ റിലേറ്റഡ് ഇഷ്യൂസ്, കംപ്ലയിൻസിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അംബിലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ പൊക്കിൾക്കടിയുടെ ഉള്ളിലൂടെ വരുന്ന ഹെർണിയെക്കുറിച്ചാണ്. സോ വാട്ട് ഈസ് അംബിലിക്കൽ ഹെർണിയ, വാട്ട് ഈസ് ഹെർണിയ ആൻഡ് വാട്ട് ഈസ് അംബിലിക്കൽ ഹെർണിയ? നമ്മളുടെ ശരീരത്തിലെ ഏതെങ്കിലും പേശികളുടെ വീക്ക്നെസ് മൂലമോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുറിവിൽ കൂടിയോ, മുന്നേ ഉണ്ടായിരുന്ന മുറിവ് തുന്നിയിൽ കൂടിയോ, നമ്മളുടെ കുടലിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഭാഗങ്ങളോ പുറത്തേക്ക് തള്ളി വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. സോ അംബിലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത് പൊക്കിൾക്കൊടിയുടെ വീക്ക്നെസ്, പൊക്കിൾക്കൊടി വീക്കായി അതിൻ്റെ ശക്തി ക്ഷയിച്ച് അതിന് ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന ഹെർണിയാണ് അംബിലിക്കൽ ഹെർണിയ എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് സാധാരണ കുട്ടികളിൽ കാണാം, ജനിച്ച ഉടനെ കാണാം. പിന്നെ കുറച്ച് ഒരു അഡൾട്ട്ഹുഡ്, ഒരു 30 വയസ്സിന് മേലെയാണ് പിന്നെ സാധാരണയായിട്ട് ഈ അംബിലിക്കൽ ഹെർണിയ കാണുന്നത്. സോ എന്തായാലും അതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഈ പൊക്കിൾക്കൊടി ഇങ്ങനെ മുഴച്ച് വരും. അപ്പോൾ ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് വേദന ഉണ്ടാകും. അത് കിടക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലേക്ക് താന്നു പോകും. സോ അതാണ് ഹെർണിയ. നമ്മൾ ഒരു ഡിഫക്റ്റ്, അത് അവിടെ ഒരു ദ്വാരം വഴി ഈ കുടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ പുറത്തേക്ക് തള്ളി വരുന്നു. നമ്മൾ കിടക്കുമ്പോൾ അത് അതേപടി താഴെ ഉള്ളിലേക്ക് പോകുന്നു. അതാണ് ഹെർണിയ. അത് നിയോനേറ്റ്സ് പിറന്നുടനെ ഉണ്ടാവാം, കുട്ടികളുടെ ഉണ്ടാവാം, പിന്നെ ചെറുപ്പക്കാരിലും 30 വയസ്സിന് ശേഷമെല്ലാം സാധാരണ ഉണ്ടാകുന്നതാണ്. സോ ദാറ്റ് ഈസ് അംബിലിക്കൽ ഹെർണിയ. സോ അതിന് സാധാരണ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ ദ്വാരം ചെറുതായിരിക്കും. സോ ഈ കുടൽ പുറത്തേക്ക് വരുമ്പോൾ അതിൽ രക്തോട്ടത്തിന് ഞെരുക്കി അതിൽ രക്തോട്ടം കുറയുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാകാം. ആ വേദനയോടനുബന്ധിച്ച് ചിലപ്പോൾ കുടലിൽ തടസ്സം വന്നാൽ ഛർദി, പിന്നെ അത് അവിടെ ഇരുന്ന് നശിക്കുകയാണെങ്കിൽ അവിടെ പഴുത്ത് അവിടെ നീര് കെട്ടി ചുമന്നെല്ലാം വരാം. സോ ഈ വേദന ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിലും നമ്മൾ ഒരു അംബിലിക്കൽ ഹെർണിയ വന്നാൽ ഡോക്ടറെ കാണിക്കണം. സോ ആർക്കെല്ലാം ഈ അംബിലിക്കൽ ഹെർണിയ വരാം. സോ സാധാരണയായി ഞാൻ നേരത്തെ പറഞ്ഞു, ജനിച്ച ഉടനെ കുട്ടികളിൽ ഈ പൊക്കിൾക്കൊടി അടഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് ചില കുട്ടികൾക്ക് ഇങ്ങനെ ഹെർണിയ കാണാം. പിന്നെ ചിലർക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി, നിറയെ പ്രാവശ്യം പ്രഗ്നൻ്റായി ഗർഭിണിയായി കഴിയുമ്പോൾ ഈ പൊക്കിൾക്കൊടി വീക്കായി അതുവഴി കുടൽ പുറത്തേക്ക് ചാടാം. പിന്നെ ചില അസുഖങ്ങൾ, ഇപ്പോൾ കാർഡിയാക് ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഏറ്റവും പ്രധാനപ്പെട്ട ലിവർ ഫെയിലിയറാണ്. ലിവർ ഫെയിലിയർ വരുമ്പോൾ വയറ്റിൽ നീര് കെട്ടി നമുക്ക് ഹെർണിയ വരാം. അപ്പോൾ ലിവർ ഫെയിലിയർ, റീനൽ ഫെയിലിയർ, അതായത് കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, ഈ പ്രധാന അവയവങ്ങൾ പ്രവർത്തന കുറയുമ്പോൾ വയറിൽ നീര് കെട്ടി അസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വന്ന് ഹെർണിയ ഉണ്ടാവാം. പക്ഷേ ഇപ്പോൾ സാധാരണയായി അതെല്ലാം കാണുന്നത് ഒബിസിറ്റി അസോസിയേറ്റഡ്, അതായത് അമിതവണ്ണവും ഫാറ്റി ലിവർ അസോസിയേറ്റഡ് ആയിട്ട്, അതായത് ലിവറിലെ ഫാറ്റ് അടിഞ്ഞു കൂടുന്ന കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന അംബിലിക്കൽ ഹെർണിയകളാണ് ഈയിടെയായി വളരെ അധികം കാണപ്പെടുന്നത്. സോ അവരെല്ലാം ഈ പൊക്കിൾക്കൊടിയുടെ ഒരു മുഴയും അതിനോടനുബന്ധിച്ച് വേദനയുമായിട്ടാണ് വരുന്നത്. സോ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നാൽ ഏത് ഹെർണിയ ആണെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുകയാണ് നല്ലത്. ഡോക്ടറാണ് അസസ് ചെയ്ത് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഈ ഹെർണിയ നമുക്ക് ഈ അസൈറ്റിസ്, നേരത്തെ പറഞ്ഞ് നീര് കെട്ടുന്ന കണ്ടീഷൻ, ചിലപ്പോൾ TB-നാൽ വരാം, ട്യൂബർക്ലോസിസ്, അല്ലെങ്കിൽ വയറിനുള്ളിൽ വേറെ എന്തെങ്കിലും തരത്തിൽ, ഞാൻ പലതരത്തിലുള്ള അസുഖങ്ങൾ, അമൈലോഡോസിസ് എന്ന് പറയുന്ന വളരെ റയർ ആയിട്ടുള്ള ചില അസുഖങ്ങൾ, അങ്ങനെയെല്ലാം ഉണ്ടായാലും വയറ്റിൽ നീര് കെട്ടി നമുക്ക് ഈ ഹെർണിയ വരാം. സോ എങ്ങനെ പോയാലും ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഒരു സർജനെ കാണിക്കുകയാണ് നല്ലത് ഒരു അംബിലിക്കൽ ഹെർണിയയ്ക്ക്. സോ സർജൻ വന്ന് അത് നോക്കി എക്സാമിൻ ചെയ്ത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കും. അതെന്താ വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ അസോസിയേറ്റഡ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതേപോലെ രക്തപരിശോധനകൾ, ബാക്കി അവയവങ്ങളെല്ലാം കറക്റ്റായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില പരിശോധനകൾ ചെയ്യും. പിന്നെ വളരെ വിരളമായി ചിലപ്പോൾ ക്യാൻസർ വയറിൽ വന്ന് നീര് കെട്ടി നമുക്ക് അംബിലിക്കൽ ഹെർണിയ വരാം. അതും നമുക്ക് സാധാരണ ഒരു അൾട്രാസൗണ്ടും ഒരു സർജനോടൊരു ക്ലിനിക്കൽ അക്യുമിനും വെച്ച് പേഷ്യൻറ്റിൻ്റെ ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതെല്ലാം ഒന്നുമില്ലാത്ത പക്ഷം ഒരു അംബിലിക്കൽ ഹെർണിയ അതെങ്ങനെ ഡീൽ ചെയ്യണം? സോ അംബിലിക്കൽ ഹെർണിയ വന്നാൽ ഏറ്റവും നല്ലത് ഒരു സർജറിയാണ്. സർജറി ചെയ്ത് ഈ ദ്വാരം അടച്ച് ഒരു നെറ്റിടുന്നതാണ് അതിൻ്റെ സർജറി. അത് വളരെ ചെറിയ അംബിലിക്കൽ ഹെർണിയ മാത്രമേ ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കാൻ നമുക്ക് ഏറ്റവും സേഫ്.
ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സ സേഫ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയാണ് നല്ലത്. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐദർ ഓപ്പൺ സർജറിയോ കീ ഹോളോ ചെയ്ത് ഒരു നെറ്റ് ഇടണം. അതാണ് അംബലിക്കൽ ഹെർണിയ, നെറ്റിട്ട് അത് അടയ്ക്കണം. അത് ദ്വാരം തുന്നലിട്ട് അടച്ച് അതിന് താഴെ അത് സ്ട്രെങ്തൻ ചെയ്യാനായി അവിടെ ഒരു ശക്തി കൂട്ടാനായി ഒരു മെഷ് ഇട്ട് കൊടുക്കുന്ന ഏർപ്പാടാണ്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു മുറിവുണ്ടാക്കി അതിന് മേലെ നമ്മൾ നെറ്റ് വെച്ച് അത് തുന്നിപ്പിടിപ്പിക്കുന്നതാണ് ഓപ്പൺ ശസ്ത്രക്രിയ. ഇച്ചിരി കൂടെ പെയിൻഫുൾ ആയിരിക്കും, 2-3 ദിവസം കൂടുതൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നേക്കാം. ഈ കീ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അംബലിക്കൽ ഹെർണിയക്ക് ഡേ കെയർ ശസ്ത്രക്രിയയാണ്. ഇപ്പോൾ കാലത്ത് വന്ന് അഡ്മിറ്റായി നമ്മൾ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾക്ക് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതാണ്. നമ്മളുള്ളിലൊരു കീ ഹോൾ ഒരു മുന്നേ തന്നെ വന്ന് സർജനെ കണ്ട് ബാക്കി പരിശോധനകളെല്ലാം ചെയ്ത് ഫിറ്റ്നസ് എല്ലാം എടുത്ത് ഓപ്പറേഷൻ്റെ അന്ന് കാലത്ത് ഒരു 6:30 മണിക്ക് വന്നാൽ, വെറും വയറ്റോടെ വന്നാൽ നമുക്ക് ഈ കീ ഹോൾ ചെയ്ത് 3 ചെറിയ ദ്വാരമിട്ട് ഈ നെറ്റിട്ട് അത് അടച്ച് വൈകുന്നേരത്തുക്കുள்ளே ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ഇൻ ജനറൽ അംബലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ പാരാംബലിക്കൽ ഹെർണിയ എന്ന് പറയുന്ന അവസ്ഥയും അതിൻ്റെ ചികിത്സാ രീതികളും. അതിൽ ഏറ്റവും എളുപ്പത്തിന് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നത് കീ ഹോൾ വഴിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം ലഭിക്കാനായി അതിൽ ബെൽ ബട്ടൺ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.